നമുക്കൊരു ഏത്തപ്പഴം കട്ട്ലറ്റ് ഉണ്ടാക്കാമേ. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂനട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് തന്നെ ചെറുതായിട്ട് നുറുക്കി വെച്ച നമ്മുടെ നേന്ത്രപ്പഴം ഇട്ടുക. കൂടെ കുറച്ച് തേങ്ങയും ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ വേറൊരു പാത്രത്തോട്ട് വാങ്ങിയിട്ട് ഞാനൊരു സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായതുകൊണ്ടാണ് ആ സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ ഉടയ്ക്കുന്നത്. പിന്നെ ചൂട് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേന് കൈയും കൊണ്ടൊന്നിങ്ങനെ കുഴച്ച് ബോൾസ് പോലെ ആക്കാനെ കൊണ്ടൊന്ന് നല്ലതായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് അതിനെ ഞാൻ പിന്നെ അത് കയ്യിൽ വെച്ചിട്ട് പരത്തി ബ്രെഡ് മിക്സിയിലിട്ടെടുത്ത് അടിച്ചിട്ടെടുത്തു. അതിനകത്ത് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് ആദ്യം ഉണ്ടാക്കിയപ്പം കരിഞ്ഞു പോയി. ആദ്യത്തേത് കരിഞ്ഞെങ്കിലും ബാക്കിയെല്ലാം എനിക്ക് നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം റെസിപ്പി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഞാൻ 2025 ജൂലൈയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. ഇപ്പോഴല്ല യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാൽ ഇത് ഗാലറിയിൽ കണ്ടപ്പം ഒന്ന് വീഡിയോ ആക്കി ഇട്ടു. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്